തന്റെ പുതിയ ചിത്രമായ നേരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണവുമായി സംവിധായകൻ ജീത്തു ജോസഫ് രംഗത്ത്. മറ്റേത് സിനിമയെയും സമീപിക്കുന്നത് പോലെ തികഞ്ഞ സത്യസന്ധതയോടെയും ഉത്സാഹത്തോടെയുമാണ് നേര് എന്ന ചിത്രം ഒരുക്കിയതെന്ന് ജീത്തു ഫേസ്ബുക്കിൽ കുറിച്ചു. മനഃപൂർവ്വമായ ആക്രമണം നേരിടുന്നത് ഇതാദ്യമായിട്ടല്ലെന്ന് സംവിധായകൻ സിനിമാ പ്രേമികളുടെ ഗ്രൂപ്പായ സിനിഫൈലിൽ കുറിച്ചു. ജീത്തുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നേര് നിങ്ങളിലേക്കെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള മറ്റേത് സിനിമയെയും സമീപിക്കുന്നത് പോലെ തികഞ്ഞ സത്യസന്ധതയോടെയും ഉത്സാഹത്തോടെയുമാണ് നേര് എന്ന ചിത്രം ഒരുക്കിയത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ, അതും എന്റെ സിനിമയുടെ റിലീസ് അടുക്കുന്ന വേളയിൽ, ഒരു വിവാദം സൃഷ്ടിക്കപ്പെട്ടു. നേര് എന്ന സിനിമയുടെ കഥയ്ക്ക് അവകാശവാദം ഉന്നയിച്ച മറ്റൊരാൾ രംഗത്തെത്തുകയും അതിനായി കോടതിയെ സമീപിക്കുകയും ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. പ്രസ്തുത കക്ഷി എഴുതിയ കഥയുടെ സിനോപ്സിസ് കേസിന്റെ രേഖകളോടൊപ്പം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. നേര് തിയേറ്ററുകളിൽ നിന്ന് കണ്ട ശേഷം നിങ്ങൾ പ്രേക്ഷകർ വിധി എഴുതുക. നേരെന്ത് കളവെന്ത് എന്നുള്ളത്. ജീത്തു ജോസഫ്. സിനിമയുടെ സഹതിരക്കഥാകൃത്ത് ശാന്തി മായാദേവി തന്റെ കഥ മോഷ്ടിച്ചു എന്നാണ് ഹർജിയിലെ ആരോപണം. എന്നാൽ ചിത്രത്തിന്റെ റിലീസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. അതേസമയം ഇന്ന് തിയേറ്ററിലെത്തിയ നേര് സിനിമയുടെ പ്രദർശനത്തെ ഈ വിവാദങ്ങളൊന്നും ബാധിച്ചിട്ടില്ല. ചിത്രത്തെപ്പറ്റി വളരെ മികച്ച അഭിപ്രായമാണ് ജനങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. തുടർ പരാജയങ്ങളിലൂടെ വലിയ തിരിച്ചടി നേരിട്ട മോഹൻലാലിന് നേര് ഒരു ഗംഭീര തിരിച്ചുവരവ് സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, തേർഡ് ഐ ന്യൂസ്.